ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരു കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജൂലിൻ ബൈജു ജോസഫ്. ഞാൻ ഇടുക്കി രൂപതയിലെ സെൻറ്റ് മരിയ ഗൊരേത്തി തോപ്രാംകുടി ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 6 എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2024 പഠിച്ചതിന് ശേഷം ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പം എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പത്രം കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഫോട്ടോയിലുള്ള മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, നിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നോളുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 4 മാസമായപ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ എനിക്ക് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെയായിട്ട് മാതാവിൻ്റെ ഒരിടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒക്ടോബർ 31 2024 എൻ്റെ വിവാഹം. വിവാഹത്തിന് ശേഷം 6ാമത്തെ ദിവസമാണ് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സന്നിധിയിൽ വരുന്നത്. അന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു പോകാനായിട്ട് വന്നതായിരുന്നു ഞാൻ. എന്നാൽ ഈശോ തോന്നിപ്പിച്ചതുപോലെ, മാതാവ് തോന്നിപ്പിച്ചതുപോലെയായിരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഉടമ്പടി ക്ലാസ്സിലേക്കാണെങ്കിലും ഞാൻ കയറിയത്. അപ്പം ആ മൊമെൻറ്റിലൊന്നും എനിക്കറിയത്തില്ല എന്താണ് ഉടമ്പടി, എന്താണ് കൃപാസനം. എല്ലാവരും വളരെയധികം ഒരുക്കത്തോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തോന്നിപ്പിച്ചതായിരുന്നു ഈ ഉടമ്പടി എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഉടമ്പടി എടുത്തു പോയി പല സാക്ഷ്യങ്ങളിൽ കൂടെയും ധ്യാനങ്ങളിൽ കൂടെയും ഒക്കെ പതിയെ ഉടമ്പടി എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു തുടങ്ങി, അതിലേക്ക് ജീവിച്ചു തുടങ്ങി. ആദ്യമൊക്കെ നല്ലപോലെ ഉഴപ്പിയിരുന്നു. ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് നല്ല താമസമുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് തോന്നിപ്പിക്കുമായിരുന്നു, മോളെ നീ ഇങ്ങനെ ചെയ്താൽ പോരാ, തീർച്ചയായിട്ടും നല്ലതുപോലെ ചെയ്യണം, അപ്പോൾ നിനക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും. അങ്ങനെ പയ്യെ ഉടമ്പടിയിലേക്ക് ഞാൻ ആ ട്രാക്കിലേക്ക് ആയി തുടങ്ങി. ഞാൻ അതിനുശേഷം ജർമ്മൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ജർമ്മൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് തുടങ്ങി. B2 പഠിച്ച് കഴിയണതിന് മുൻപ് തന്നെയായിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ എക്സാം എഴുതാൻ തീരുമാനിച്ചു. റീഡിങ്ങും ലിസണിങ്ങും. ബാംഗ്ലൂർ ഡേറ്റ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ബാംഗ്ലൂർ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ച് ലാസ്റ്റ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് അമ്മയുടെ തീരുമാനമാണെങ്കിൽ മാത്രം എനിക്ക് ഡേറ്റ് എടുത്ത് തന്നാൽ മതി, ഞാൻ പരീക്ഷയിൽ പാസ്സാകുമെന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം എനിക്ക് മാതാവ് ഡേറ്റ് എടുത്ത് തന്നു. B2 പഠിച്ചു തീരണതിന് മുൻപ് തന്നെ ജൂലൈ മാസത്തിൽ ഞാൻ B2 എക്സാം പോയി എഴുതി. ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലുടനീളം മാതാവും ഈശോയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതീതിയായിരുന്നു. എനിക്ക് മുൻപേ പോയി കാര്യങ്ങളെല്ലാം ശരിയാക്കി പോയി എക്സാം എഴുതി. എക്സാമിന് കയറുന്നതിന് മുൻപ് ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. ഉപ്പ് എക്സാം ടേബിളിൽ വിതറി. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. അപ്പം എക്സാമിൽ വെച്ചിട്ട് എനിക്ക് റീഡിങ് വളരെ എളുപ്പമായി തോന്നി. എന്നാൽ ലിസണിങ് എനിക്കൊന്നും അറിയുന്നില്ലായിരുന്നു, കേൾക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഉത്തരങ്ങൾ അവിടെ പൂരിപ്പിച്ചു വെച്ചു. എക്സാം കഴിയാൻ ഒരു 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് എന്നോട് തോന്നിപ്പിച്ചു, അതല്ല, അത് മാറ്റി നീ മറ്റേ ഉത്തരം പൂരിപ്പിച്ചോളൂ. അങ്ങനെ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ചു. അങ്ങനെ മാറ്റി എഴുതി. എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി തോന്നിയ റീഡിങ്ങിന് ഞാൻ തോറ്റുപോയി. എനിക്ക് മാതാവ് പറഞ്ഞു തന്ന ലിസണിങ് ഞാൻ അവിടെ വിജയകരമായി പാസ്സായി. മാതാവിന് ഒരുപാട് നന്ദി. മാത്രമല്ല, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഇനി ഒരുപാട് മുൻപോട്ടേക്ക് പോകാനുണ്ട്, കൂടെ ഉണ്ടാവണം, എന്തെങ്കിലും ഒരു അടയാളം കാട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ തിരിച്ചുള്ള യാത്രയിൽ എനിക്കും എൻ്റെ കൂടെ മമ്മി ഉണ്ടായിരുന്നു. ഞങ്ങളെ 2 പേരെയും മാതാവ് മഴവില്ല് കാണിച്ചു തന്നു, ഒരടയാളം തന്നു, കൂടെയുണ്ട് എന്നെനിക്ക് ഉറപ്പ് തന്നു. അങ്ങനെ വീണ്ടും ജർമ്മനായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. B2വിൻ്റെ അടുത്ത 2 മൊഡ്യൂളുകൾ എഴുതാനായിട്ട് ഞാൻ ഡേറ്റ് എടുത്തു തിരുവനന്തപുരത്ത്. അവിടെ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു ഞാൻ എടുത്ത മൊഡ്യൂളുകൾ. എനിക്ക് സ്വാഭാവികമായിട്ടും റൈറ്റിംഗ് എളുപ്പമുള്ള വിഷയമായിരുന്നു. റൈറ്റിംഗ് ഞാൻ നല്ലതുപോലെ അറ്റംപ്റ്റും ചെയ്തു. പക്ഷേ സ്പീക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി. എങ്കിലും
പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ പോന്നു. അപ്പം എക്സാമിന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാവിൽ ഉപ്പ് സേവിക്കുകയും തൈലം പൂശുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതി. സാധാരണ റിസൾട്ട് വരാൻ 45ഓളം ദിവസങ്ങൾ എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് വേണ്ടി മാതാവ് 32ാമത്തെ ദിവസം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ സ്വാഭാവികമായും എളുപ്പമായി തോന്നിയ റൈറ്റിംഗ് ഞാൻ തോറ്റു. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്ന ഒരു മൊഡ്യൂളായ സ്പീക്കിംഗ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. അന്ന് ഞാനല്ല അവിടെ സംസാരിച്ചത്. തീർച്ചയായും എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധാത്മാവായിരുന്നു, മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ. അതിനുശേഷം നവംബറിൽ ഞാൻ വീണ്ടും ഒരു എക്സാം എഴുതി. ദൈവാനുഗ്രഹത്താൽ എനിക്ക് റീഡിങ്ങും പാസ്സായി കിട്ടി. ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള റൈറ്റിംഗ് ഞാൻ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്തതായിരുന്നു റൈറ്റിംഗ്. അപ്പോൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റൊക്കെ എടുത്തു. ജനുവരിയിലേക്കായിട്ട് എക്സാം എഴുതി. അപ്പം അന്ന് എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോയി അവിടുത്തെ അന്തേവാസികളെയൊക്കെ സന്ദർശിച്ച് അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരുങ്ങിയാണ് എക്സാം എഴുതാൻ വേണ്ടി പോയത്. അപ്പം അന്ന് എഴുതിയ റൈറ്റിങ്ങിൻ്റെ എക്സാം ആയിരുന്നു ഞാൻ അതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പരീക്ഷ. ക്വസ്റ്റ്യൻ പോലും മാറിയാണ് വന്നത്. ഞാൻ എന്താണ് എഴുതി വെച്ചിട്ട് ഇറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നാതെ എഴുതിയിട്ട് വന്ന ഒരു പരീക്ഷയായിരുന്നു ആ റൈറ്റിംഗ് എക്സാം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഇതെനിക്ക് തീർച്ചയായും കിട്ടണം, എനിക്ക് വാങ്ങിത്തരണം. സമയം വളരെ കുറവാണ്, പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, മുൻപോട്ടേക്ക് പോകണമെങ്കിൽ സമയം വെറുതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എക്സാമിൽ പാസ്സാക്കി തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെയായിട്ട് മാർച്ചിലേക്കുള്ള എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചു. കാരണം തോറ്റു പോകുമെന്നാണല്ലോ വിചാരിച്ചേക്കണേ. സോ ബുക്ക് ചെയ്ത് വെച്ചു. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അന്നേ വരെ എനിക്ക് കൊച്ചി ട്രിവാൻഡ്രത്ത് എഴുതിയിട്ട് എക്സാമിൻ്റെ റിസൾട്ട് ഒരു മാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ റിസൾട്ട് കൃത്യം ഒരു മാസമായപ്പോൾ, അന്ന് ഞാൻ വൈകിട്ട് കുർബാനയിൽ പള്ളിയിലായിരുന്നു. ആ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം മുട്ടയെ കുത്തി നിൽക്കുമ്പോഴാണ് എനിക്കെൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്, നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, മാതാവേ, അതൊരു ചൊവ്വാഴ്ചയും കൂടെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മാതാവേ, ഇതെനിക്കുള്ളതായിരിക്കണേ, തന്നേക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുർബാനയ്ക്ക് ശേഷം ഞാൻ പോയി റിസൾട്ട് നോക്കി. എൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഷ്രൈബൻ ഞാൻ പാസ്സായി. ആ മൊമെൻറ്റിൽ ആ പള്ളിക്കുള്ളിൽ നിന്ന് അത്ര ആൾക്കാരുടെ മുൻപിൽ നിന്ന് ഞാൻ കരഞ്ഞുപോയി. അത്രയേറെ സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നിയ ഒരു മൊമെൻ്റായിരുന്നു അത്. അപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം നോക്കി, ഈ കൊച്ചിന് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിശയത്തോടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ഓൾറെഡി മാർച്ചിലേക്കുള്ള ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ശനിയാഴ്ച തൊട്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എക്സാമിൻ്റെ പേയ്മെൻറ്റ് അടച്ചോളൂ, ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സൈറ്റിൽ കയറി നോക്കുമ്പം എക്സാം സ്ലോട്ട്സ് നോട്ട് അവൈലബിൾ എന്നായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നൊന്ന് ഫോണിൽ ജസ്റ്റ് കയറി നോക്കിയപ്പം സൈറ്റിൽ സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം മാതാവ് എനിക്ക് വേണ്ടി 1 രൂപ പോലും മുടക്കേണ്ടി വരാതെ എന്നെ ആ പരീക്ഷ പാസ്സാക്കി തന്നു. പിറ്റേ മാസത്തിലേക്ക് ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന ക്യാഷ് മുഴുവനും, അഡ്വാൻസ് ഫീസ് വരെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അഡ്വാൻസ് ഫീസ് തിരിച്ചു തരാറുള്ളതല്ല, പക്ഷേ എനിക്ക് എൻ്റെ കോളേജുകാർ ആ അഡ്വാൻസ് ഫീസും തിരിച്ചു തന്നു. അത്രത്തോളം വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് നൽകിയത്. അങ്ങനെ 4 മൊഡ്യൂളും പാസ്സായതിന് ശേഷം അടുത്തതായിട്ട് എൻ്റെ ജർമ്മൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് കറക്റ്റ് 2 ദിവസം മുന്നേ ഞാൻ തല കറങ്ങി വീണു. എനിക്കെൻ്റെ ചെവിക്ക് താഴെയായിട്ട് മുണ്ടുനീര് പോലെ നീര് വെച്ച് ഭയങ്കര വേദനയും കാര്യങ്ങളുമായിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പം എങ്കിലും ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തേ പറ്റൂ, പോകണം. അങ്ങനെ അങ്ങ് പോയി. ഇൻ്റർവ്യൂ കൂടിക്കൊണ്ടിരുന്ന ആ സമയത്തൊന്നും ഈ വേദന, എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമേ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. വേദന എന്ന ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ട് പോലുമില്ല. മാത്രമല്ല, അപ്പോൾ ഞാനല്ലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്നേ വരെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ജർമ്മൻ. വളരെ ഫ്ലൂവൻ്റായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം നല്ല ആക്റ്റീവായിട്ട് ആൻസർ പറയാൻ എനിക്ക് സാധിച്ചു. എൻ്റെ രോഗാവസ്ഥയൊന്നും അതെല്ലാം മറികടന്ന് അത് ഞാൻ ചെയ്യാൻ സാധിച്ചു. അന്നും ഒരു ചൊവ്വാഴ്ചയായിരുന്നു ജർമ്മൻ ഇൻ്റർവ്യൂ നടന്ന ദിവസം. അവർ പറഞ്ഞു, വെള്ളിയാഴ്ചയാകും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാനെന്ന് പറഞ്ഞു.
പക്ഷെ പിറ്റേന്ന് തന്നെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ജർമ്മനിക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി, അവിടെ ഹോസ്പിറ്റൽ സെറ്റായി. ഇനി അടുത്തതായിട്ടുണ്ടായിരുന്നത് വിസയാണ്. വിസയ്ക്ക് വെക്കാനായിട്ട് ബാംഗ്ലൂരായിരുന്നു കിട്ടിയത്. ബാംഗ്ലൂർ പോയി ഞാൻ ജൂലൈ 10-ാം തീയതിയാണ് ബാംഗ്ലൂർ പോയി വിസയ്ക്ക് വെച്ചത്. അതിനുശേഷം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സാധാരണയിൽ നിന്നും വിപരീതമായിട്ട് അവർ വീണ്ടും ഓരോ ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വീണ്ടും പുതിയ കോൺട്രാക്റ്റ് അയച്ചു കൊടുക്കണം, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ വീണ്ടും ഓരോ സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചുകൊണ്ടിരുന്നു. ലാഗായി പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങും. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് മുൻപായിട്ട് എനിക്ക് വിസ വരണേ മാതാവേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നീട് ഞാൻ വീണ്ടും ആവർത്തിക്കാനോ ഒന്നും പോയില്ല. പക്ഷെ മാതാവ് കേട്ടു. ഞാൻ ഒരു തവണയെ പറഞ്ഞുള്ളൂ എങ്കിലും മാതാവ് അത് കേട്ടു. ഓഗസ്റ്റ് 13-ാം തീയതി എനിക്കെൻ്റെ വിസ കയ്യിൽ കിട്ടി. പക്ഷെ അവിടെയും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. 23-ാം തീയതി ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ വിസ വന്നേക്കുന്നത് 25-ാം തീയതിയിലേക്കാണ്. അപ്പോൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്തെടുക്കേണ്ടി വന്നു. 24-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അന്ന് പോകാനായിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഫിസിക്കലി നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ അല്ല, എൻ്റെ കൂട്ടത്തിൽ മാതാവും ഈശോയും പരിശുദ്ധാത്മാവും കാവൽ മാലാഖമാരും എല്ലാവരും എൻ്റെ കൂടെ വരുമെന്ന 100% ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഈ ജർമ്മൻ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടി, കിട്ടിയില്ല. ആകെപ്പാടെ H മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിലും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്കറിയാം വിശ്വാസത്തോടുകൂടി പ്രയോഗിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടും. ഞാൻ കാറിൻ്റെ റോഡ് ടെസ്റ്റിന് വേണ്ടി പോകാൻ പോയപ്പം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും ഉപയോഗിച്ചു. പിന്നീട് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എവിടെയോ ഒരു ചെറിയ വിശ്വാസക്കുറവ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായും അതുകൊണ്ടാവാം. അപ്പം എനിക്ക് രണ്ടാമത്തെ ടെസ്റ്റ് മാർച്ച് 6-ാം തീയതി ആയിരുന്നു. മാർച്ച് 4-ാം തീയതി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി, മാതാവേ അടുത്ത തവണ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ജർമ്മൻ വിസയോട് കൂടിയ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും കയ്യിൽ പിടിച്ച് ഞാൻ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയും എന്ന് മാതാവിനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത്. അതുപോലെ തന്നെ ജർമ്മൻ വിസയോട് കൂടിയ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസുമാണ് എൻ്റെ കയ്യിലുള്ളത്. മാതാവിന് ഒരു കോടി നന്ദി പറയുകയാണ് ഈശോയ്ക്കും. അപ്പം ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. പണ്ടും വിശുദ്ധ കുർബാനയിലൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു പങ്കെടുക്കാനായിട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം അതിനൊരു 100 മടങ്ങ് അതിൻ്റെ ആഴം കൂടിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ പറ്റുമ്പോഴൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ലഭിക്കാൻ തുടങ്ങി. പലപ്പോഴായി വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഗന്ധം, ഈ കുന്തിരുക്കത്തിൻ്റെ പോലത്തെയൊക്കെ സുഗന്ധങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ പ്രസൻസ് ചില സമയത്തൊക്കെ എനിക്ക് സംശയം തോന്നാറുണ്ട്, മാതാവേ എൻ്റെ കൂടെ നീ ഉണ്ടോ, എനിക്ക് സംശയമാണ് എന്ന് അങ്ങനെ തോന്നുന്ന സന്ദർഭങ്ങളിൽ മാതാവ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം തരാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ഒത്തിരി നന്ദിയുണ്ട്. ഏറ്റവും അയോഗ്യയും പാപിയുമായിരുന്നിട്ടും എന്നെ ഇത്രയേറെ സംരക്ഷിക്കുന്നതിനും പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും കുട്ടികളുടെ ഇടയിലാണ്, യുവാക്കളുടെ ഇടയിലാണ്. ആരെൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംശയം ചോദിച്ചാലും ഈശോയെ പ്രതി അല്ലെങ്കിൽ മാതാവിനെ പ്രതി എന്നെക്കൊണ്ട് അറിയുന്ന കാര്യമാണെങ്കിൽ ഏത് സമയത്തും അവരെ സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചിക്ക് ക്യാൻസർ രോഗമായിരുന്നു. ചേച്ചിക്ക് പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെറിയ പണമൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സ്നേഹസദനത്തിൽ പറ്റുമ്പോഴൊക്കെ പോയി സന്ദർശിച്ച് അവിടുത്തെ ആൾക്കാരോട് വർത്താനമൊക്കെ പറഞ്ഞ് അവർക്ക് ചെറിയ സഹായങ്ങൾ ഭക്ഷണമായോ കാശായിട്ടോ ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എക്സാമിന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് ഈ എക്സാം എന്നെ പാസ്സാക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത എക്സാമിന് അടയ്ക്കാനായിട്ട് വെച്ചിരുന്ന ആ പേയ്മെൻറ്റ് അത് ഏറ്റവും അർഹനായ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ കൊടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പരീക്ഷ പാസ്സാക്കി. അപ്പോൾ ആ പൈസ ഞാൻ കിഡ്നി ഫെയിലിയറായ ഒരു ചേട്ടന് ആ പൈസ ഞാൻ കൊടുക്കുകയുണ്ടായി. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ.
പ്രേക്ഷിത പ്രവർത്തനം പത്രം വാങ്ങിച്ച് എല്ലായിടങ്ങളിലും പള്ളികളിലും അല്ലാതെയുള്ള സ്ഥലങ്ങളിലും കൂടുതലും യുവാക്കളുടെ ഇടയിൽ, കാരണം എനിക്ക് കൂടുതലും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് യുവാക്കളുമായിട്ടായിരുന്നു, അവരുടെ ഇടയിലേക്കാണ് പത്രങ്ങൾ കൂടുതലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡെയിലി ഒരു ബൈബിൾ കോട്ട് എൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാറുണ്ട്. അതുപോലെ ധ്യാനം സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുകയാണ്. ഞാനിങ്ങനെ ഡെയിലി ബൈബിൾ വചനം ഷെയർ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു കുട്ടി, എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്, അവൾ എന്നെ വിളിച്ചിട്ട് പറയുക, ചേച്ചി എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുമല്ലേ, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഈശോയോട് കൂടുതൽ അടുക്കാനായിട്ട് തോന്നുന്നു, കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തോന്നുന്നു എന്നൊരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഈശോയിലേക്ക് അടുക്കുന്നതിന് ഒരു മാതൃകയാകാൻ സാധിച്ചത് ഇന്നേ വരെ ജീവിച്ച ജീവിതകാലത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അവൾ അങ്ങനെ എന്നോട് പറഞ്ഞപ്പം ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. അതുപോലെ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ബൈബിൾ വചനങ്ങൾ പലരും അവർ തിരിച്ച് ഷെയർ ചെയ്യുന്നതായിട്ട്, ഞാൻ ഇടുന്ന ഷെയർ എടുത്ത് അവർ ഷെയർ ചെയ്യുന്നു. എൻ്റെ അടുത്ത് ചോദിക്കാറൊക്കെ ഉണ്ട് ചിലർ, നീ ഇത് എവിടെ നിന്നാണ് എടുത്തിടുന്നത്? ആൾക്കാരെങ്ങനെ ദൈവത്തെപ്പറ്റി അറിയാനായിട്ട് ഞാൻ മൂലം ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നറിയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം തോന്നുന്നു. ഈ കൃപാസനം ഉള്ള മണ്ണിൽ ജീവിക്കാനും ജനിക്കാനും ഒക്കെ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇനിയും മുൻപോട്ടേക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട്, പോകാനുണ്ട്. പക്ഷേ ഒരു ടെൻഷനുമില്ല, ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. കാരണം ഈശോയുണ്ട് കൂടെ, മാതാവും ഉണ്ട് കൂടെ, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നറിയാം. ഇനി മുൻപോട്ടേക്കും ഈ കൃപാസനവും മരിയൻ ഉടമ്പടിയും എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 9 തിരുവചനം. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദുഃഖുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ജൂലിൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ അമ്മ തന്നെ ഈ മകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യുവാൻ, ഈശോയോട് ഉടമ്പടി ചെയ്യുവാൻ ഈ മകളെ പ്രേരിപ്പിച്ചതിൻ്റെ മനോഹരമായ ഒരു സാക്ഷ്യമാണ്. വിവാഹത്തിന് ശേഷവും വിവാഹത്തിനു മുൻപും ഈശോയുടെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബത്തിലായിരിക്കുവാൻ, ഉടമ്പടി ചെയ്ത ഇൻലോസും ഉടമ്പടി ചെയ്ത മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. സത്യമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾക്ക് തത്തുല്യമായി ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് ആ ചെയ്ത പ്രോമിസ് കൃത്യമായി പാലിക്കുവാനുമുള്ള ഒരു വലിയ അഭിഷേകമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു കൃപ ആർജിച്ചെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുമ്പോൾ അതിന് നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, നമ്മുടെ ഹെവി ഡ്യൂട്ടി ഈ മകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോ തവണയും പരീക്ഷയ്ക്ക് പോകുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും തൻ്റെ ഉടമ്പടിയിലുള്ള ആ ഒരു സമയത്തിൽ കവിഞ്ഞ് വിശുദ്ധ കുമ്പസാരം നടത്തി ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് വളരെ ബേസ്മെൻറ്റ് വർക്ക് വളരെ നന്നായിട്ടാണ് ജൂലിൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ കൈമാറാൻ, നമ്മെക്കുറിച്ചൊരു ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കുവാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈശോ നൽകിയിരുന്ന ഒരു വലിയ അടയാളങ്ങൾ ഈ മകളേറ്റു പറയുകയുണ്ടായി. മഴവില്ലിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും ഞാൻ നിന്നോടൊപ്പമുണ്ട്. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ ഈ മഴവില്ല് കാണുമ്പോഴെല്ലാം നമ്മുടെ ആ ഒരു പ്രോമിസ് നമുക്ക് ഓർത്തെടുക്കാം. ഞാൻ ഒരിക്കലും ഇനി ഈ ലോകത്തെ ഫ്ലഡിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിക്കുകയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് മഴവില്ല്. പരിശുദ്ധ അമ്മയുടെ ആ പ്രോമിസിൻ്റെ ഒരു മഴവില്ലാണ് നമുക്ക് സുഗന്ധാഭിഷേകമായും മഴവില്ലായുമൊക്കെ നമുക്ക് അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നന്ദി പറയാം. കാരണം ഈ പ്രോമിസ് ലാഗ് ചെയ്താലും ഞാൻ അവിടുത്തോട് വിശ്വസ്തയായിരിക്കും എന്ന് ഏറ്റുപറയാനുള്ള ഒരു കൃപ ആർജിച്ചെടുക്കുക എന്നുള്ളത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അഭിഷേകമാണ്. നമുക്കെപ്പോഴും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാം. ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമെന്നുള്ളത് ഒരു നിത്യതയിലേക്കുള്ള കാൽവയ്പ്പാണ്. നിത്യതയിലേക്ക് പ്രവേശിക്കാനായി ഈശോയോട് ഒന്നാകാനായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ ആഴമുള്ള ഒരു പ്രോമിസാണത് ഈ ജൂലിനോട് ഏറ്റു പറഞ്ഞത്. നമുക്കെപ്പോഴും ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് സമാനമായ
വിസ പ്രോസസ്സിങ്ങിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്ന ആ സുവിശേഷ പദ്ധതിയിൽ നമുക്കും പങ്കുചേരാനായി പ്രോമിസ് ചെയ്തുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.